Hi friends, welcome back to my channel. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കസ്റ്റർഡ് പൗഡർ ഹൽവ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണാൻ നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡർ ഹൽവയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാതെ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പാണ് ഞാൻ കസ്റ്റർഡ് പൗഡർ ഇടുന്നത്. നിങ്ങൾ 2 കപ്പ് കസ്റ്റർഡ് പൗഡർ ഇടുമ്പോൾ അതിൻ്റെ നേരെ 2 ഇരട്ടി വേണം വെള്ളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് കസ്റ്റർഡ് പൗഡർ ഇട്ടതുകൊണ്ട് ഞാനിപ്പോൾ 2 കപ്പാണ് ഞാൻ വെള്ളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. വേറൊരു പാത്രം എടുത്ത് ഗ്യാസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ പഞ്ചസാരൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പാകം കുറച്ച് ഒറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ റൗണ്ട് പോലെ വന്ന് നിൽക്കും. ഇതാണ് അതിൻ്റെ പഞ്ചസാരൻ്റെ പാകം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ പഞ്ചസാര പാകം മാറ്റി കൊടുത്തിട്ട് ഞാനിപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ നമ്മൾ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കട്ടയായി പോകും. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് അത് കട്ടയാവും. അപ്പോൾ അതിന് ഈ കട്ട ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് തിക്നെസ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് പഞ്ചസാര പാവ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പഞ്ചസാര പാകവും ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നെയ്യ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കുക. ഈ നമ്മൾ ചീനച്ചട്ടിയിൽ നിന്ന് കുറച്ച് വിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പാകം റെഡി ആയിട്ടുണ്ടാവും. നമ്മളെ പാകം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റുകൾ കൂടി ആകുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ നമുക്ക് കശുവണ്ടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ബദാം വരെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു മൗൾഡിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ആ മൗൾഡിലേക്കാണ് ഞാനിതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മാറ്റിയെടുത്തതിന് ശേഷം നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഞാനൊരു വേറൊരു ട്രേയിലേക്ക് ഞാൻ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. പെട്ടെന്ന് വരും നമ്മൾ എണ്ണ തടവി കൊടുത്തുകൊണ്ട്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കസ്റ്റർഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. താങ്ക്